അതെ, നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വാഴയിലയിലൊന്ന് പൊള്ളിച്ചെടുത്താലോ? അപ്പോൾ അതിനായിട്ട് വെണ്ടയ്ക്ക ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സബോളയൊന്ന് വഴറ്റിയെടുക്കണം. സബോള ഏകദേശം വഴണ്ട് വരുമ്പോഴേക്കും കുറച്ച് തക്കാളി കൂടി നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ആവശ്യാനുസരണം മാത്രം ചേർത്ത് വേണം ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ആ പാകത്തിന് ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഗ്രേവി റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ വാഴയില ഒന്ന് വാട്ടിയെടുക്കുക. ഉണ്ടാക്കിയ ഗ്രേവി അതിലേക്ക് നമുക്ക് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വെണ്ടയ്ക്ക നമുക്ക് അതിലേക്കൊന്ന് വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ ഗ്രേവി കൂടി നമുക്കതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇത്തിരി കറിവേപ്പിലയും മല്ലിയിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കത് കെട്ടിയിട്ട് നന്നായിട്ടൊന്ന് തവയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ പൊള്ളിക്കുന്നതിലാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. കാരണം ആ വാഴയിലയെ വെച്ചിട്ട് നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്തെടുക്കണം. അപ്പം എല്ലാവരും എൻ്റെ കൊച്ചടുക്കള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കൂടി ഒന്ന് ലൈക്കും ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടി കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ഫിഷൊക്കെ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണോ അതുപോലത്തെ അത്രയും ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പം. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബായ്.